ഹലോ. അപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ടിക്കറ്റ് കിട്ടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വന്നാൽ പിന്നെ റോഡ് വഴി പോവാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡ് വഴി പോവാണ് ട്രിപ്പ്. ഇപ്പോൾ നമ്മൾ ഏകദേശം സേലം എത്തി കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വെട്ടം കിട്ടി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എടുത്ത വോയിസിന് അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 3 മണി ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ യാത്ര. അപ്പോൾ തലേദിവസം വരെ പ്ലാനൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം തലേന്ന് രാവിലെ വരെ നമ്മൾ ട്രെയിനിൽ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ട്രെയിൻ ടിക്കറ്റ് കിട്ടാഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് വഴി ആക്കിയത് കേട്ടോ. അപ്പം ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വാളയാർ കടന്നു. അപ്പോൾ വെട്ടമൊക്കെ ആയി വരുന്നേ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നൊരു 7-8 മണി ടൈം അതിനോടടുത്ത് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ ആദ്യത്തെ ടോളിലേക്ക് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്ത് ഫസ്റ്റിൽ നല്ല രസമായിരുന്നു. പിന്നെ അറിയാമല്ലോ, കണ്ടിന്യൂസ് യാത്ര ചെയ്യുമ്പം എനിക്കും കാലിന് നീര് വയ്ക്കുകയും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പം പയ്യെ കാലൊക്കെ പൊക്കി വെച്ച് അങ്ങനെ അങ്ങ് ഇരുന്നു. അപ്പം നമ്മളിപ്പോൾ ഈ എൻ്റർ ചെയ്ത് കാണുന്നത് കോയമ്പത്തൂർ എന്നുള്ള ടോളാണ് കേട്ടോ. അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ചങ്ങപ്പള്ളി ടോൾ പ്ലാസ എന്നാണ് തോന്നുന്നു. അപ്പോൾ ആ ടോള് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ടോളാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് തമിഴ്നാട്ടിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ ടോള് കയറി ഇറങ്ങുന്ന അതാണ് ഏറ്റവും വലിയ പാട് കേട്ടോ. അപ്പോൾ അത് കോയമ്പത്തൂരാണ്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ട്രൈപോഡ് യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ പൊട്ടിയത്. എങ്ങനെ പൊട്ടിയെന്നറിയില്ല, ഇനി മോനെടുത്തിട്ട് പൊട്ടിച്ചതാണോ എന്നറിയില്ല. 2 പീസായിട്ട് ഇരിപ്പുണ്ടായി. അത് കാരണം ഫുള്ള് കയ്യിൽ വെച്ചിട്ടാണ് ഷൂട്ട്. അതാണ് കുലുക്ക് ഒത്തിരി കൂടുതലാണ് കേട്ടോ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കോയമ്പത്തൂരാണ്. ഫാക്ടറി ഏരിയാസും അവിടെ ആ ഒരു ഏരിയയൊക്കെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതുള്ള പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉണ്ടായിരുന്നു ആ വഴിയിൽ. തുടക്കത്തിലൊക്കെ വണ്ടികൾ തീരെ കുറവായിരുന്നെങ്കിലും അവിടെ നേരം വെളുത്ത് വന്നപ്പോൾ നല്ല ലോറികളും അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിറയാൻ തുടങ്ങിയെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ 3 വരി പാതയും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലായിരുന്നു. നല്ല വീതിയുള്ള റോഡായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ 2019 അപ്പോൾ ആ സമയത്ത് കുതിരാൻ തുരങ്കമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ലാഗാകുമായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ വന്നപ്പോൾ അത്യാവശ്യം വേഗം തന്നെ നമ്മൾ കടന്നോട്ട് 2.5-3 മണിക്കൂറിൽ നമ്മൾ പാലക്കാട് കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മളൊരു 9 മണി 9:30 അടുത്തെത്തിയപ്പോഴത്തേക്കിന് നമ്മളൊരു ഹോട്ടലിലേക്ക് കയറി കേട്ടോ. അപ്പം അതിന് വലിയ ദോശ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ദോശയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. നന്നായിട്ട് വിശന്നു, അത് രാവിലെ ആയതും കാരണം. അപ്പോൾ ഞാനും ഏട്ടനും ശരിക്കും പറഞ്ഞാൽ ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. അല്ലാണ്ട് എനിക്ക് ദഹിക്കാൻ വലിയ പാടാണ്, ലൈറ്റായിട്ട് കഴിച്ചു പോകുന്ന ആളാണ് നല്ലത്. പിന്നെ ഏട്ടനാണെങ്കിലും ഡ്രൈവ് ചെയ്യേണ്ടതുകൊണ്ട് പുള്ളി ഇഡ്ഡലി തന്നെയാണ് കഴിച്ചതിരിക്കേണ്ടതല്ലേ. അപ്പോൾ കൂടെ ഒരു വടയും വാങ്ങിച്ചു. പക്ഷേ ബില്ല് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു വടയ്ക്ക് 33 രൂപയാണ്. ഒരു കുഞ്ഞു ചായ കിട്ടി. ആ ചായക്ക് എത്രയായിരുന്നു, 20-25 അത്രയൊക്കെ ഉണ്ടായി. അപ്പോൾ പോണ വഴിക്കുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബാത്റൂമിലൊക്കെ പോകേണ്ടതുകൊണ്ട് നമ്മളങ്ങനെ അതിലേക്ക് അങ്ങ് കയറിയതാണേ. അങ്ങനെ നമ്മൾ സേലത്തോടുള്ള യാത്രയാണ് കേട്ടോ. സേലം എത്തി. നമ്മൾ സേലം ടൗണിൽ നമുക്ക് കയറണ്ട, സ്ട്രൈറ്റ് അങ്ങ് പോവുകയാണ്. അപ്പോൾ മലകളും നല്ല തെങ്ങും
ഒക്കെ ആയിട്ട്. പക്ഷേ വെയിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ വെയിൽ ഒരു രക്ഷയുണ്ടായില്ല. ഭയങ്കര ചൂടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എ സി ഇട്ടപ്പോൾ തണുത്ത് വരച്ചിരുന്ന എല്ലാവരും എ സി കൂട്ടിയിടുക എന്നുള്ള രീതിയിലായി. അതുപോലെ ചൂട് ഒരു രക്ഷയില്ല. നമ്മൾ തളർന്നു പോകുന്ന രീതിയിലുള്ള ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെയിലിൻ്റെ അറിയാനുണ്ട്. ആ വീഡിയോ എടുത്തതിലൊക്കെ ആണെങ്കിൽ ആ കളറ് കണ്ടില്ലേ, എന്തോ ഒരു വെയിലാണെന്നറിയോ അവിടെ, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് സേലം ഏരിയയൊക്കെ നമ്മൾ ഒരു 12 മണി ടൈമിലൊക്കെ സേലം ഏരിയയൊക്കെ നമ്മൾ കടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നൈ ഏരിയയിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചെന്നൈ പോണ്ടിച്ചേരി ആ റൂട്ടിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുവെ ട്രാഫിക് സിഗ്നൽസ് 4 കൂടുന്ന കവലകളിലും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവലകളിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഇപ്പോൾ മുമ്പ് കണ്ടതുപോലുള്ള സ്പീഡ് ബ്രേക്കേഴ്സാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ഫ്ലോയിൽ ഓടിച്ചു വരുമ്പോൾ കുറച്ച് കഷ്ടപ്പെടും. കാരണം ഇതിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. നമ്മളെപ്പോഴും ട്രാഫിക് സിഗ്നലും കാര്യമൊക്കെ അല്ലേ പ്രതീക്ഷിക്കണത്. പക്ഷേ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ സ്പീഡ് പറയും, പിന്നെ അത് എടുത്ത് വരണ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ സ്പീഡ് ബ്രേക്കറുള്ള ഏരിയയിലൊക്കെ ഒന്ന് സ്ലോ ചെയ്ത്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റി കേട്ടോ. വലിയ ടൗൺ ഏരിയയിൽ ചെന്ന് കയറുമ്പോൾ ഉള്ള ആ ഒരു തിരക്കും കാര്യങ്ങളും അല്ലാണ്ട് നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും യാത്രയിലുണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ടൗൺ ഏരിയയിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ചൊരു വണ്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ട് ഒരു ചെറിയ ക്രാഷ്, ഇച്ചിരി പാടായിരുന്നു കേട്ടോ പോകാനായിട്ട്. ഇത് ഞങ്ങൾ പോണ ആ ഒരു വഴിയിൽ ഞങ്ങൾ കടന്നു പോയതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വണ്ടിയെ. പക്ഷേ നല്ല രസമുണ്ട്, അതിലുള്ള ആ കളകളുടെ കൊമ്പ് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കുറേ മുമ്പിലിങ്ങനെ നിർത്തിയിട്ടിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്താണ്. അപ്പം നല്ല രസമുണ്ട് കുണുങ്ങി നടന്നു വരുന്നത് കാണാനായിട്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവരടുത്തോട്ട് വന്നിട്ടുള്ള ഷോട്ട് എടുക്കാമെന്നുള്ള വെയിറ്റിങ്ങിലാണ്. അതാണ് അടുത്ത് വന്നിട്ടുള്ള ഷോട്ട്. ഉണ്ടോ, എന്ത് ഭംഗിയാണ് അവരുടെ കൊമ്പ് കാണാൻ. എന്തോ അമ്പലത്തിലെന്തോ ആണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. പദയാത്രയോ താഴെ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ, ശരിക്കും വായിക്കാൻ പറ്റിയില്ല. തമിഴ്നാട് പദയാത്ര എന്തിൻ്റെയാണെന്ന് അറിയില്ല കേട്ടോ അത്. പക്ഷേ എന്നാലും അതുങ്ങളുടെ കൊമ്പ് കാണാൻ നല്ല ഭംഗിയായിരുന്നേ. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവർ പെട്ടെന്ന് അവരുടെ വണ്ടി അവിടെ നിർത്തിയിട്ടോ, അവർക്ക് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊരു പച്ചപ്പ് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയിട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റത്തേക്കൊന്ന് റിലാക്സ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയതാണേ. അപ്പോൾ അവിടെ ആയിട്ട് നല്ല കരിമ്പൻ പാടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായി അവിടെ നിൽക്കാൻ, കുറച്ച് തണുപ്പും ഒക്കെ ഉണ്ടായി. അപ്പം പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. ഞങ്ങളൊരു 3 മണിയായപ്പോൾ കയറിയതാണ്. അപ്പോൾ കുറേ നേരം ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് നേരം ഒന്നിങ്ങനെ നിൽക്കാമെന്ന് വെച്ചിട്ട് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ 10:30 ടാബ്ലറ്റിൻ്റെ ടൈം കൂടായി. അപ്പോൾ പിന്നെ അതോടെ കഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പുല്ലൊക്കെ പറിച്ച് ആ പൂവൊക്കെ പറിച്ച് ഇങ്ങനെ ഞൊട്ടിക്കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളെടുത്തിട്ടുണ്ട്. ആൾക്കും ബോറടിച്ച് കുറേ നേരമൊക്കെ ഉറങ്ങി പിന്നെ ആൾക്കും മടുത്ത്. എന്നാലും ഞാൻ ടാബ് കഴിക്കട്ടെ, തള്ളത്തുനിന്ന് കഴിക്കട്ടെ. ഒരു 5 മിനിറ്റൊക്കെ നിന്നു. ഇനി എന്തായാലും അടുത്ത യാത്ര ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സമയത്ത് എത്തില്ല. ഇന്ന് വൈകുന്നേരം ഒരു ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് മുമ്പായിട്ടൊക്കെ എങ്ങനെയും എത്തണം. അപ്പോൾ എന്തായാലും പോകുക. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വഴിക്ക് നല്ല മലകളും കല്ലുകളും എന്നാൽ അതിൻ്റെ കൂടെ പച്ചപ്പും
ഉണങ്ങിയിട്ടുള്ള മരങ്ങളും ഒക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. എന്ന് തൊട്ടടുത്ത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നതിൽ നമ്മൾ ആ തൊട്ടടുത്ത് കാണുന്ന ഒരു ഫീല് ഭയങ്കരമായിരുന്നു കേട്ടോ. മലകളൊക്കെ ശരിക്കും നന്നായിട്ടുണ്ടായി ആ പോണ വഴിക്ക്. പക്ഷെ ചൂട് മാത്രം ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചോളപ്പാടങ്ങൾ കാണാം കേട്ടോ, ഒന്നും അങ്ങോട്ട് പാകമായിട്ടില്ല, പച്ചപ്പിൽ തന്നെ നിൽക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പക്ഷെ നമ്മൾ സ്പീഡിൽ പോകുന്ന കാരണം ഷൂട്ട് ചെയ്തിട്ടല്ല അതിൽ കിട്ടിയോന്ന് തന്നെ അറിയില്ല ശരിക്കും പറഞ്ഞാൽ കേട്ടോ. കരിമ്പും ചോളമൊക്കെ ഒരുപാടുണ്ടായിരുന്നു ആ വഴിയിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് അടുത്ത ടോൾ പ്ലാസയിലേക്ക് എത്തി കേട്ടോ. ഇത് ശരിക്കും വിളുപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ടോൾ പ്ലാസയാണ് കേട്ടോ. അപ്പം ശരിക്കിത് ചെന്നൈ ട്രിച്ചി ഹൈവേ ആണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണേ. അപ്പം അവിടെയാണ് കേട്ടോ ഈ ഒരു ടോൾ പ്ലാസ തന്നെ. ശരിക്കും നമ്മൾ ചെന്നൈക്ക് ഏകദേശം ചെന്നൈ ടൗണിലേക്കൊക്കെ എത്താറായിട്ടുണ്ടായി. അപ്പോൾ നമ്മളങ്ങനെ അവിടെയും സ്റ്റോപ്പ് ചെയ്തു, ഇതാ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ടോൾ പ്ലാസ എന്നുള്ള ക്യാഷ് ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ നാവ് ഇടയ്ക്കിടയ്ക്ക് കുഴയുവേ, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ സംസാരിക്കുമ്പോഴത്തേക്കിന് ശരിക്കും. അപ്പം അങ്ങനെ ചെന്നൈ എന്നുള്ള ബോർഡ് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ തവണ ചെന്നൈയിൽ വന്നപ്പോൾ 2 ദിവസമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ട്രാവൽ ചെയ്ത് പോയത്. ആദ്യത്തെ ദിവസം നമ്മൾ ഇതുപോലെ വിളുപ്പുറത്താണ്, ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കണം ഈ വിളുപ്പുറത്താണ് നമ്മൾ താമസിച്ചത്. രാത്രിയിൽ യാത്ര വേണ്ട എന്നുള്ള പ്ലാനിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ വിളുപ്പുറത്ത് താമസിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി ടൈമിൽ നമ്മൾ പിന്നെ യാത്ര ചെയ്തു. ഒരു 8 മണി 9 മണി ആയപ്പോൾ ചെന്നൈയിലെത്തി. 2-2.5 മണിക്കൂർ ആ ഒരു ഇതിൽ നമ്മൾ എത്തി, വലിയ തിരക്കില്ലാഞ്ഞതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നൈയിലേക്ക് അടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഒരു പുഴയാണ് കേട്ടോ. അതിൻ്റെ റിവർ എന്നുള്ള ആ ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്കിനും അതുപോലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് പുഴ വന്നുണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ അത് മുഴുവൻ നല്ല ഡ്രൈ ലാൻഡായിട്ട് കിടക്കുക കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് കുറച്ച് ചെടികൾ മാത്രമുണ്ട്. കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, നല്ല സ്പീഡിൽ പോയത് കാരണം കറക്റ്റായിട്ട് കിട്ടിയോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഒരു പുഴയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ചെന്നൈ എയർപോർട്ട് 25 കിലോമീറ്റർ അത്ര നമ്മൾ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ചെന്നൈ ടൗണിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടേ. അപ്പോൾ ശരവണ സ്റ്റോഴ്സും കല്യാൺ ജ്വല്ലേഴ്സും പോത്തീസും അങ്ങനെ ഒരുപാട് കടകൾ കാണാം കേട്ടോ. നമ്മൾ ടൗണിലാണിപ്പോൾ ഉള്ളത് ചെന്നൈ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എയർപോർട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഏരിയ എന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. എയർപോർട്ട് റൈറ്റിലേക്ക് കാണിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളങ്ങനെ ചെന്നൈ ടൗണിലേക്ക് എത്തി. നമുക്ക് ശരിക്കും പോകേണ്ടത് തരമണിയിലേക്കാണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആ ഏരിയ തരമണി എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പം അവിടേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോകേണ്ടത്. അങ്ങനെ അവസാനം വെള്ള പുഴ നമ്മൾ കണ്ടെത്തി കേട്ടോ. അവിടെ നിറയെ വെള്ളമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ആ നീല കളറേ എന്തൊരു ഭംഗിയാണ്. അങ്ങനെ അവസാനം നമ്മൾ ഹോസ്പിറ്റലിനടുത്തെത്തി. ആ നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഓഫ് വൈറ്റ് കളറുള്ളത് ഹോളിഡേ ഇന്നാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളെപ്പോഴും നടന്നു വരുമ്പോൾ ഈ ഹോളിഡേ ഇന്നിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ശരിക്കും നടന്നു വരുന്നത്. ശരിക്കും ഒരു കപ്പലിൻ്റെ ഷേപ്പിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ദൂരെ നിന്ന് കാണുമ്പോഴേ ആ വ്യൂ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കാണുന്ന ബോർഡാണ് അപ്പോളോ പ്രോട്ടോൺ ക്യാൻസർ സെൻറ്റർ. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും ഇവിടെ കുറച്ച് ടെസ്റ്റ് കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് വന്നത്. ഹലോ, അപ്പം നമ്മൾ നേരത്തെ ഹോസ്പിറ്റലിൽ പോകുന്ന കണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മുടെ ബ്ലോഗ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം. അപ്പം അതൊന്ന് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു റീഫണ്ടിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊന്ന് പോയി ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾ റൂമിലേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ ടെസ്റ്റ് ഇന്നിപ്പം നടക്കില്ല. അപ്പം ഓൾറെഡി നമ്മൾ ക്ഷീണിച്ചൊക്കെ വന്ന കാരണം നാളെ രാവിലത്തേക്കാണ് അവർ നമുക്ക് ടൈം തന്നേക്കുന്നത്. അപ്പം നാളെ രാവിലെ ഇനി പോയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം രാവിലെ ബ്ലഡ് ടെസ്റ്റും വൈകുന്നേരം MRI ആണ്. അപ്പം നമുക്ക് 2 പ്രാവശ്യമായിട്ട് പോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഹോസ്പിറ്റൽ പരിപാടി കഴിഞ്ഞു. അത് ഏകദേശമൊക്കെ ഓക്കെ ആയി.
അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സ്ഥിരം വരുന്ന ഇതാണ് കേട്ടോ, ഹോട്ടലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ പൊതുവെ നല്ല റൂംസൊക്കെ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ ഇവിടുത്തെ ബാത്റൂമും ആണ് മെയിൻ. അറിയാമല്ലോ തമിഴ്നാട്ടിലെ ബാത്റൂം അത്ര വൃത്തിയായിട്ട് നമുക്ക് കിട്ടില്ല. ഇവിടെ നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അവരെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോയിട്ട് ഒന്ന് കുളിച്ചൊക്കെ ഒന്ന് റെഡി ആവട്ടെ എന്തായാലും. അപ്പം നാളെ നമുക്ക് പോണതിന് മുന്നേ കാണാം. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു 6 മണിക്കൂർ ഗ്യാപ്പാണ് പറഞ്ഞത്. 4 മണിക്കാണല്ലോ നമ്മുടെ MRI ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 9 മണി 9:30 ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 4 മണി, ഇപ്പോൾ ഓൾറെഡി ലേറ്റായിട്ടാണ് MRI പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അപ്പം കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതി, ഇപ്പം 4:30 ആയാലും പ്രോബ്ലം ഇല്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത്രയും നേരം എന്തായാലും റൂമിലേക്ക് അപ്പോൾ അവർ പറഞ്ഞു ഇടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഞങ്ങളോർത്ത് എന്തായാലും പുറത്തേക്കൊന്ന് പോയേക്കാം എന്ന് വിചാരിച്ചു. അപ്പം അകത്ത് തന്നെ കുറേ നേരം ഇരുന്ന് ബോറടിക്കണ്ടല്ലോ, എന്തായാലും വണ്ടിയിൽ വന്നതല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ പയ്യെ ഇവിടെ ഫീനിക്സ് മാളിൽ പോകാമെന്ന് പറഞ്ഞു. അതാകുമ്പോൾ കുറച്ച് തണുത്തിരിക്കാമല്ലോ, ഇവിടെ എന്താണ് നമ്മുടെ നല്ല ചൂടല്ലേ. അപ്പോൾ എന്തായാലും വേറെ എങ്ങും പോകാൻ പറ്റില്ല, മാളിലാകുമ്പോൾ ഒന്നില്ല AC എങ്കിലും ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാളിലേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ ഇതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവസാനം എന്താ മോളിലേക്ക് എത്തി. ഇത് മോളിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അതാണ് ഫീനിക്സ് മാൾ. അത് 2 പാർട്ടായിട്ടാണ് കിടക്കണത്. അപ്പോൾ നമുക്ക് ഉള്ളിലൂടെ ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൂടെ യാത്ര ചെയ്തിട്ട് അങ്ങടേക്ക് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതാ എൻട്രൻസിലൂടെ മേലേക്ക് വരികയാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ചെന്ന് ആ ഒരു ഫ്ലോറിലുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പം അതും ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടെടുക്കുക. അപ്പോൾ അത് പറയണ്ടേ, ഏതാണ്ട് പൂച്ച കണ്ണടയൊക്കെ വെച്ച് നിൽക്കണം, പ്യൂമേലെ പൂച്ച. അപ്പോൾ അതൊക്കെ കണ്ട് ആളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാറുണ്ട്. ആൾക്ക് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ആളുടെ ഒരു ബോറടി മാറട്ടെ എന്ന് വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും കുഴപ്പമില്ല, പിള്ളേർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരിടത്ത് തന്നെ ചടഞ്ഞിരിക്കാനായിട്ട് പാടും. അപ്പം ഞങ്ങൾ 2 പേരുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും മുകളിൽ വരുന്നത് അവർക്ക് കളിക്കാനാണല്ലോ. അപ്പം നോക്കുമ്പോഴത്തേക്കിനും ഇത് അവിടെ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നു. പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് കുഞ്ഞു പിള്ളേർ കയറുന്നതാ, മോൻ കുറേ വലുതായില്ലേ, ഇനി അതിൽ പോവണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് ആളിതാ തുടങ്ങിയില്ലേ പിണങ്ങിയിരിക്കുക. എത്ര വിളിച്ചിട്ടും ആളങ്ങോട്ട് മിണ്ടില്ല. അപ്പോൾ പറഞ്ഞു എന്നെ അതിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര വഴക്ക്. അങ്ങനെ ലാസ്റ്റ് ഒരുവിധ ആളെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാം ഒന്ന് സെറ്റാക്കി കേട്ടോ. ഇത് ശരിക്കും ഞങ്ങൾ 2019 വന്ന സമയത്ത് ഇതാ കാണുന്ന മിഠായി കടയുണ്ടല്ലോ അതുണ്ടായി കേട്ടോ. ഇത് നല്ല രസമായിരുന്നു ഇത് കാണാൻ. പക്ഷെ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. പിന്നെ ഇതാ കാണുന്ന വസന്ത ഭവനിൽ ഞങ്ങൾ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായി. പക്ഷേ ഭയങ്കര ബില്ലായിരുന്നു കേട്ടോ. ഒരുപാട് കഴിച്ചല്ലോ ആയിപ്പോയി ഞങ്ങൾ. അങ്ങനെ ലാസ്റ്റ് അതുവിൻ്റെ കരച്ചിലും ബഹളവും ഒക്കെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ അതുവിനെ അതിൽ കയറ്റാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അത് ആളാ വരുന്ന ട്രെയിനിലുണ്ട് കേട്ടോ. ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരുന്നതാണ് കേട്ടോ. ഒരു റൗണ്ട് കറങ്ങുന്നതിന് 100 രൂപ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആളെ കാത്ത് നിൽക്കുകയാണ്. അപ്പം ബാക്കിലാണ് മഞ്ഞയിലാന്ന് തോന്നുന്നു. മഞ്ഞയിലാളുണ്ട് കേട്ടോ. അടുത്തൊരു ഏരിയയിലേക്ക് വന്നപ്പോൾ ഫാമിലിയായിട്ട് ഇങ്ങനെ ബസ്സിലിരുന്ന് പോകുന്നതൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി
ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ ഈറോഡ് അമ്മൻ മെസ്സ് ഉണ്ട്, അവിടെ ഭയങ്കര തിരക്കാണ് ഭക്ഷണം കഴിക്കാനായിട്ട്, അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ചോദിച്ചറിഞ്ഞാണ് കേട്ടോ. ഈ എന്താണ് മോളിലെ ഫുഡ് അത്ര ഇഷ്ടമല്ല, അപ്പോൾ പിന്നെ നല്ല ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ശരിക്കും അങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഭയങ്കര ക്യൂ. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് തന്നെ 40 മിനിറ്റായിട്ട് അവരകത്തേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഓൾറെഡി 2 മണി 2:30 ആയി. അപ്പോൾ നമ്മൾ ഇനിയും കാത്തു നിന്ന് അങ്ങനെ കഴിക്കുന്നതിൽ കാര്യമില്ല എന്നോർത്ത് ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പം ഓർഡർ ചെയ്യുന്നത് 15 മിനിറ്റിൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു. അതാണ് കേട്ടോ ബില്ല്. ഞങ്ങളിവിടെ മട്ടൺ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു സാധാ ഒരു കപ്പ് മീൽ, ചെറിയൊരു മീലുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതും കൊണ്ട് നമ്മുടെ റൂമിലേക്ക് തിരിച്ചു വന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിൽ. അപ്പോൾ വന്നപ്പോൾ നമ്മൾ ശരിക്കും രാവിലെ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് അവർ നമുക്ക് പാത്രവും ഒക്കെ വെച്ച് തന്നതുകൊണ്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ഓരോരോ സാധനമായിട്ട് അൺപാക്ക് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും തമിഴ്നാട്ടിൽ എപ്പോഴും ഈ ബിരിയാണിയുടെ കൂടെ നമ്മുടെ എന്താണ് കത്രിക്കേൻ്റെ ഒരു കറി, അതുമാതിരി ഒരു കറിയുണ്ട്, നല്ല ടേസ്റ്റാണത് കേട്ടോ. ആ ഒരു കറിയും സാലഡും കൂടെയാണ് കിട്ടുക. നമ്മുടെ പപ്പടമുണ്ട്, പക്ഷേ അച്ചാറുണ്ടാവില്ല എന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്നെടുത്ത് മാറ്റി വെക്കുകയാണ്. അതാണ് കേട്ടോ അവരുടെ ആ ഒരു അമ്മൻ മെസ്സ് എന്നുള്ള ആ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ അൺപാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിക്കറൊക്കെ ഒന്ന് എടുത്ത് അതിനുള്ളിൽ ഒരു എന്താണ് നമ്മുടെ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ടായിരുന്നു, ചൂടോടെ ആയിരുന്നു കേട്ടോ എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ പെട്ടത് എന്തായിരുന്നു, നമ്മുടെ മട്ടൻ ബിരിയാണി ആയിരുന്നു എന്ന് തോന്നുന്നു. മട്ടൻ ബിരിയാണി ആയിരിക്കണം, നോക്കട്ടെ. അതെ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, നമ്മൾ അത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടും മട്ടൻ ബിരിയാണിയിൽ കിട്ടിയത് ആപ്പാടെ കുഞ്ഞ് 2 പീസാണ് കേട്ടോ. ബാക്കി ഫുള്ള് റൈസായിരുന്നു. പക്ഷെ ഉള്ള പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേറെ എങ്ങനെയും ഒരൊറ്റ പീസ് കണ്ടെത്താൻ പറ്റിയില്ല. 1, 2 മാക്സിമം 2, അതല്ലാണ്ട് ഒറ്റ പീസ് ഉണ്ടായില്ല. അത്രയും കഷ്ടപ്പെട്ട് മട്ടൻ ബിരിയാണി വാങ്ങിച്ചിട്ട് അതുവാണെങ്കിൽ ഭയങ്കര കൊതിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ അതിൽ റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ ബിരിയാണി പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. പക്ഷേ ചിക്കൻ ബിരിയാണി പറ്റിച്ചില്ല. ഒരു ലെഗ് പീസും പിന്നെ 2 വലിയ പീസും അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അത് റൈസായിരുന്നു കുറച്ച് കുറവ്, കൂട്ടത്തിലൊരു മുട്ട ഉണ്ടായിരുന്നു. അപ്പം അതിൽ വലിയ നഷ്ടമില്ലെന്ന്. പക്ഷേ മട്ടൻ ബിരിയാണിയാണ് ചതിച്ചത്. നല്ല ചൂടായിരുന്നു കേട്ടോ, നല്ല ചൂടായിട്ട് കിട്ടി. അതാണൊരു ആകെയുള്ളൊരു ഗുണം ഇതിൽ. പീസുകളുണ്ട്, 3 പീസാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു മുട്ടയും. അതാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്. പിന്നെ എൻ്റെ ഊണാണ്. അത് പിടിച്ചപ്പോഴേ മനസ്സിലായി, നിറയെ ചോറുണ്ടായിരുന്നു കേട്ടോ. നിറയെ, എനിക്ക് കഴിക്കാവുന്നതിലും കൂടുതൽ ചോറുണ്ടായിരുന്നു അതിൽ ശരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പരിപ്പ് പോലത്തെ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു, കഴിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ കൂടെ ഉണ്ടായത് നമ്മുടെ ക്യാബേജ് ചുമ്മാ ഇങ്ങനെ വെട്ടിക്കണ്ടിച്ചിട്ടിട്ടുള്ള ഒരു തോരനായിരുന്നു കേട്ടോ. തുറക്കാൻ ഒത്തിരി പാടായതുകൊണ്ട് ആണ് താമസിക്കണേ. അത് ഒരു ഇതാണ്, ചുമ്മാ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരം കഴിച്ചിട്ടുള്ളൊരു കറിയാണ്. എനിക്ക് പക്ഷേ ഇവർ ചിക്കനും മട്ടനും ഒന്നും വേണ്ടാത്തത് കൊണ്ട്, ഞാൻ കഴിക്കാത്തത് കൊണ്ട് ആണ് കേട്ടോ ഞാൻ റൈസ് വാങ്ങിയത്. അതിൻ്റെ കൂടെ നല്ല പച്ചവെള്ളം പോലത്തെ രസവും, അതിലും ഭേദം പച്ചവെള്ളം കുടിക്കുന്നതാണെന്ന് തോന്നി, അതുമാതിരി ഒരു രസം. പിന്നെയുള്ളത് നമ്മുടെ ബിരിയാണിയുടെ കൂടെയുള്ള സാലഡ്. ഞാൻ പിന്നെ അതും കത്രിക്കേൻ്റെ കൂട്ടും ഒക്കെ കൂട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അതുവിനെ നോക്കുന്നത്. അതും ആപ്പാടെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. പുള്ളി ആഗ്രഹിച്ച് വാങ്ങിച്ച മട്ടൺ ബിരിയാണിക്കകത്ത് മട്ടനും ഇല്ല, പുള്ളിക്ക് മുട്ടയും കിട്ടിയില്ല. പക്ഷേ ഏട്ടൻ വാങ്ങിയ ചിക്കൻ ബിരിയാണിയുടെ കൂടെ മുട്ടയുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് മുട്ടയില്ല മട്ടനും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ ഏട്ടൻ്റെ മുട്ട കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല അതിങ്ങനെ പറഞ്ഞു.
ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഒറ്റ പീസ് ഉണ്ടായില്ല. അത് നഷ്ടമായിപ്പോയി കേട്ടോ. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ആവണത് മട്ടൻ ബിരിയാണിക്കാണല്ലോ. അപ്പം അതിലവർ കുറച്ച് കൊടുത്തത് മോശമായിപ്പോയി. ശരിക്കും നമ്മളങ്ങനെ കാത്തിരുന്ന് കഴിക്കാനുള്ള അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. അപ്പം എൻ്റെ ഊണിനായാലും ഒരു പരിപ്പ് പോലത്തെ ഒരു കറി ഉണ്ടായി, അതും നല്ല ടേസ്റ്റ് ഉണ്ടായി. അത് കുറച്ച് നെയ്യിലൊക്കെയാണ് അവർ ചെയ്തതെന്ന് തോന്നുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. ബാക്കിയൊന്നും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായില്ല എന്നല്ല, നല്ലതും അല്ലായിരുന്നു. അപ്പം രസമാണ് തീരെ സഹിക്കാൻ പറ്റാഞ്ഞത്. ശരിക്കും പച്ചവെള്ളം, ചെറു ചൂടുവെള്ളം കുടിക്കുന്ന ഫീലാണ്, ഒരു വികാരം ഇല്ലാത്ത രസം. ആ ഒരു കറി മാത്രമാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ പച്ചക്കറി ആയതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിച്ചു, അത്രയേ ഉള്ളൂ. നമ്മൾ കാത്തിരുന്ന് കഴിക്കാനുള്ളതൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അവർ പറഞ്ഞ ആ ഒരു ഗുമ്മൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ ഫുഡടിയും കാര്യങ്ങളും ഒക്കെ നല്ല തിമിർത്ത് ചെയ്തു കേട്ടോ. പോയി കിടക്കാനുള്ളതല്ല അവിടെ, അതുകൊണ്ട് ഫുഡടിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു. അങ്ങനെ രാത്രിയായി. നമ്മൾ ടെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ. ഹോസ്പിറ്റലിൽ പോയി മറയെടുത്ത് കുത്തലൊക്കെ കിട്ടിയിട്ടിരിക്കുക കേട്ടോ. ഹോസ്പിറ്റലിനകത്തേക്ക് നമുക്ക് അവർ ക്യാമറ അലോ ചെയ്യില്ല, ഞങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് നിന്നുള്ള ഷോട്ട് എടുക്കുന്നത്. നമ്മളൊരു 4 മണി ടൈം പറഞ്ഞെങ്കിലും ഒരു 5:30 6:30 തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കിനും 4:30 നമ്മൾ കയറിയപ്പോൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാനായിട്ട് റെഡിയായിട്ട് ഇരുന്നു. അപ്പോൾ പുറത്ത് നിന്നൊരു ഷോട്ട് എടുത്താണ്. ഹലോ. അപ്പോൾ ഇന്നലെ നമ്മൾ മറയൊക്കെ എടുത്ത് കുറച്ച് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയിട്ടോ. അപ്പോൾ പോയി സിനിമയൊക്കെ കണ്ട് കുറച്ച് ലേറ്റായി പോയി വന്നപ്പോൾ പടെ അതിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല വേദനയായിരുന്നു. ചെവിയൊക്കെ അമങ്ങിയിട്ട് ഈ സൈഡിലോട്ടൊക്കെ ഭയങ്കര വേദനയായിട്ട് ലൈറ്റായിട്ട് നീരൊക്കെ വെച്ച് ഒരിതായി. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പയ്യെ സിനിമ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പയ്യെ പോയി. നമ്മളെന്തായാലും വണ്ടിയിലാണല്ലോ വന്നത്, അതുകൊണ്ട് പിന്നെ ഊബർ കത്തിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഊബറിൽ വിളിച്ചു കഴിഞ്ഞാൽ വരികയില്ല, വന്നു കഴിഞ്ഞാൽ 100 ചോദ്യമാണ്. എങ്ങോട്ടാ, എങ്ങനെയാ, എത്ര രൂപയാണ്, എല്ലാ ഡീറ്റെയിൽസും അറിയാതെ അവരൊട്ട് ട്രിപ്പ് എടുക്കില്ല. അപ്പം ഇത്തവണ പിന്നെ നമ്മൾ വണ്ടിയിൽ വന്നതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഓർത്ത് എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു. പിന്നെ ക്യാമറ അവിടെ അത്ര അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ ഒന്നും ഷൂട്ട് ചെയ്തില്ല. ഞങ്ങൾ ആവേശം പോയി കണ്ടു. അല്ലേ, അതിന് ആവേശം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. കാണണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ പാട്ടില്ലേ, ഏത് പാട്ടാ അതൊക്കെ പറ. ഇല്ലുമിനാറ്റി പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിക്ക് അത് കാണണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീൻ. പിന്നെ മറ്റേ ആരായിരുന്നു, ഫഹദ് അങ്കിളിൻ്റെ കരിങ്കാളിയിലെ ആ സീനൊക്കെ പുള്ളി ഷോർട്സ് കണ്ടേ. പിന്നെ സിനിമ ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു. അപ്പം പിന്നെ ഇന്ന് എന്തായാലും പോകാൻ പറ്റില്ല. നമുക്ക് ഇൻകേസ് ഡോക്ടറൊക്കെ പറയുകയാണെങ്കിൽ നാളെ പോകണം. അപ്പം വേറെ പരിപാടിയൊന്നും വലിയതായിട്ട് നടക്കില്ല രാത്രിയിൽ. അപ്പോൾ പിന്നെ ഇന്നലെ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പോയി. പിന്നെ എന്താണ്, ഇപ്പം അതാ രാവിലെ റെഡി ആയിട്ട് ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. നമുക്ക് 2 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. നമുക്ക് 2 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പം നമ്മളിത് ഡോക്ടറെ കാണാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാം കേട്ടോ. അകത്തേക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പോയിട്ട് വന്നിട്ട് വിശേഷമൊക്കെ പറയാവേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ രാവിലെ പോയി കേട്ടോ. രാവിലെ അല്ല, ഉച്ചയ്ക്ക് 2 മണിക്കാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ നമ്മൾ പോയി. അപ്പോൾ ഡോക്ടറെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റി കേട്ടോ. നമ്മളൊരു 1:30 ആയപ്പോൾ അവിടെ ചെന്നു. കറക്റ്റ് 2 മണിക്ക് കയറി. ഒരു അരമണിക്കൂർ എടുത്ത് ഡോക്ടറെ കണ്ടുവരാൻ. അപ്പം ഇന്നലെ മെയ് ദിനമായിരുന്നല്ലോ. അപ്പം ടെസ്റ്റെല്ലാം ചെയ്തെങ്കിൽ അവിടെ ആരും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് എന്താണ്, റിപ്പോർട്ട് റെഡിയാകാനായിട്ട് ടൈം എടുത്തു. അപ്പോൾ പിന്നെ ഡോക്ടർ അവിടെ എല്ലാം വിളിച്ച് അവരോട് ചോദിച്ചിട്ടാണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എടുത്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി. ഡിലേ എന്ന് വെച്ചാൽ ഒരു 1/4 മണിക്കൂർ അവിടെ ക്യാബിനിൽ ഇരിക്കേണ്ടി വന്നു ഡോക്ടറുടെ. അപ്പോൾ റിസൾട്ട് എല്ലാം ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല, ഇപ്പം പഴയ പോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 മാസം കൂടെ സെയിം മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ. അപ്പം അതിൻ്റെ കൂടെ ഒരു മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള മരുന്നും
അങ്ങനെ ഗ്യാസ് ട്രബിളും വയറിനൊക്കെ ഇവിടെയൊക്കെ നല്ല വേദന ഉണ്ട്. അപ്പം വയറ്റിലൊക്കെ ഗ്യാസ് കയറിയിട്ട് വേറെ മരുന്നൊന്നും കഴിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ആയുർവേദ മരുന്നൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായി ഗ്യാസിന് വേണ്ടിയിട്ടൊക്കെ. അപ്പം അതുകൊണ്ട് ഇൻ കേസ് ഗ്യാസ് കയറിയാലും ഞാൻ മരുന്നൊന്നും കഴിക്കില്ല, നല്ല വേദന വരാറുണ്ട്. അപ്പം ഡോക്ടർ വയറുവേദന കൂടുതലാണെങ്കിൽ കഴിക്കാനായിട്ടൊരു മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ നമ്മുടെ കാൽഷ്യം ടാബും വിറ്റാമിൻ ഡിയും അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എക്സ്ട്രാ മരുന്നൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. കൂട്ടത്തിൽ 1-2 സൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അന്ന് ബ്ലഡ് എടുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അത് ഇന്ന് വീണ്ടും ബ്ലഡ് എടുത്തു. ഫോസ്ഫറസും മഗ്നീഷ്യം ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് കാല് മടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന. ഇപ്പം നേരത്തെ പോലെയല്ല, കാല് ചമ്രം പണിഞ്ഞൊക്കെ ഇരിക്കില്ലേ, എനിക്കിത് ടൈമിലൊക്കെ എക്സ്ട്രാ വേദനയാണ്. അപ്പോൾ ഒരു സൈഡായിട്ട് മുട്ടിൻ്റെ ജോയിൻറ്റുകൾക്കെല്ലാം ഭയങ്കര വേദന. അപ്പോൾ അത് ഫോസ്ഫറസിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ അളവ് ഈ ടാബ് കഴിക്കുന്ന ടൈമിൽ നന്നായിട്ട് കുറയുമെന്ന് പറഞ്ഞു. അപ്പം ചിലപ്പോൾ അതുകൊണ്ടാവാം. പിന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് പൊസിഷനിൽ നിന്ന് അനങ്ങാൻ പറ്റില്ല, കാലെടുത്ത് ചവിട്ടി നമുക്ക് നടക്കാൻ പറ്റില്ല. ഇപ്പം മോൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി മ്യൂസിക് ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ. അപ്പം അവിടെ ഇങ്ങനെ ചമ്രം പണിഞ്ഞിരുന്നിട്ട് പിന്നെ എനിക്ക് എണീക്കാനൊക്കെ ഭയങ്കര പാട്. ഞാൻ ഒത്തിരി നമുക്ക് അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചത്. അപ്പോൾ പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടക്കാനും പറ്റണ്ട. സാധാരണ നമുക്കൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഓക്കെ ആവുമല്ലോ. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ആയാലും വേദന അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞാൽ അതുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടോടെ അറിയാം. അത് കഴിഞ്ഞ് അവർ വിളിച്ചു പറയും നമ്മുടെ റിസൾട്ട്. അപ്പോൾ അതും ചെയ്യാൻ കൊടുത്തു. പിന്നെ നമ്മുടെ MRIയുടെ റിപ്പോർട്ടൊക്കെ കിട്ടാൻ ഇന്നലെ റെഡി ആവാത്തതുകൊണ്ട് ഒത്തിരി ലേറ്റായി. ഇപ്പോൾ സമയം 7 മണിയായി. ഇപ്പം നമ്മൾ 7 മണിയായി തിരിച്ചു വന്നപ്പോഴത്തേക്കിന്. ഇപ്പോൾ വന്ന് ജസ്റ്റ് കെയർ ചെയ്തേ ഉള്ളൂ വീട്ടിലേക്ക്, റൂമിലേക്ക്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നാളെ രാവിലെ തിരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു വൈകുന്നേരത്തോടു കൂടിയിട്ട് നാട്ടിലെത്താം, നമുക്ക് എറണാകുളത്ത് എത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി ബാക്കി സാധനങ്ങളെല്ലാം ഒന്ന് പെറുക്കി കെട്ടിയില്ല ഒന്ന് ഒതുക്കാനായിട്ട് പോവാണ്. പിന്നെ ഭക്ഷണം കഴിച്ചില്ല ഇതുവരെ. അപ്പം ഇനിയിപ്പോൾ അവിടെ ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ച് തിരിച്ച് വന്ന് എല്ലാം നടുക്കി പെറുക്കിയൊക്കെ റെഡിയാക്കിയിട്ട് അതിരാവിലെ ഇറങ്ങണം. 4-5 മണി ആകുമ്പം ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ അത്രത്തോളം ഇങ്ങനെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഹോസ്പിറ്റൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഞങ്ങൾ പോണ്ടിച്ചേരിയൊക്കെ ഒന്ന് പോവാം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇപ്പം ഇത്ര ലേറ്റ് ആയതുകൊണ്ട് എന്തായാലും ഇനി നടക്കില്ല. അപ്പം ഉച്ചക്കത്തെ കഴിയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ആ വഴി അങ്ങ് പോവാം. ജസ്റ്റ് ഒരു 15-20 മിനിറ്റ് അല്ലേ ഡോക്ടറെ കാണാനുള്ള ടൈമുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് പോയിട്ട് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇത്രയും ടൈം എടുത്ത്, പിന്നെ അത് മാത്രമല്ല എനിക്ക് മോനുണ്ടായ സമയത്ത് ബ്രസ്റ്റിലൊരു ചെറിയ ഇങ്ങനെ ഒരു തടിപ്പ് പോലെ ഉണ്ടായി. അപ്പം അതിൻ്റെ ടെസ്റ്റൊക്കെ ഓൾറെഡി ആ ടൈമിൽ ചെയ്തിട്ടുണ്ടായി, കുഴപ്പമൊന്നും ഇല്ലയെന്ന് അന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ ഇങ്ങനെ ട്യൂമർ വന്നപ്പം ഒരു പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ടെസ്റ്റൊക്കെ ഒന്ന് കാണിച്ചു ഡോക്ടറെ. അപ്പം അത് 2016 ടെസ്റ്റ് ചെയ്തത്. അപ്പം ഡോക്ടർ പറഞ്ഞു റിസ്ക് എടുക്കണ്ട, ഒന്നുകൂടെ നോക്കിയിട്ട് എന്തെങ്കിലും ഗ്രോത്ത് പഴയ അതേ പൊസിഷനിലാണോ അതോ ഇനി എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്നൊന്ന് അറിയാമെന്ന് വെച്ചിട്ട് നമ്മൾ മാമോഗ്രാമും അൾട്രാസൗണ്ടും ഒക്കെ എടുത്തു. അപ്പം അതും കൂടെ വന്നപ്പോൾ ഇത്ര ലേറ്റായി പോയത്. അപ്പോൾ അതെല്ലാം എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമില്ല, അതേ ഇതിൽ തന്നെ നിൽക്കുന്നത്, അങ്ങനെ ഗ്രോത്ത് ഒന്നും കാണാനില്ല. പിന്നെ ഇനിയിപ്പം അത് വേറൊരു ഡോക്ടറാണ് കേട്ടോ കാണിച്ചത്. അപ്പം ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് റിവ്യൂ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ വരുമ്പം ഒന്നും കൂടെ അൾട്രാസൗണ്ട് എടുത്ത് ഗ്രോത്ത് ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് നമുക്കത് അവിടെ വിടാമെന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ പേടിക്കാനായിട്ടുള്ളതൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഇത് മാത്രമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അപ്പം അതും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് തീരും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വന്നത് തന്നെ ആയിരിക്കും തിരിച്ചു പോകുമ്പോഴും കാണാനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ടാറ്റാ.